അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം അത് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലേക്ക് അത് അനുഗ്രഹം വർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്ന് പതിവ് പോലെ തഹജ്ജുദിന് സമയമായപ്പോൾ ഷെഫി ഉസ്താദ് ഉളൂഹ് ചെയ്ത വെള്ളം, തൻ്റെ കൈകളിലുള്ള വെള്ളം തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിൻ്റെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് കുടഞ്ഞുപോയി. അതെ, സാധാരണ രീതിയിൽ അവളുണർന്നാൽ ഉസ്താദിനെ അങ്ങനെ ചെയ്യും, തിരിച്ചും അങ്ങനെ. അവർ തമ്മിൽ രണ്ടുപേരും അങ്ങനെയാണ്. എന്നാൽ അന്ന് ബത്തൂൽ ഉണരുന്നേ ഇല്ല. എന്ത് പറ്റി എൻ്റെ ബത്തൂലിന് ഈ സമയമാകുമ്പോഴേക്കും അവൾ ആക്റ്റീവ് ആകേണ്ടതാണല്ലോ റബ്ബേ, എന്തു പറ്റി? ഷെഫി ഉസ്താദ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. മാഷാ അല്ലാ, എത്ര മനോഹരമാണ് ഈ ഒരു മുഖം. അതെ, അവളുടെ സ്വഭാവം പോലെ തന്നെ, അവളുടെ മനസ്സ് പോലെ തന്നെ അവളുടെ മുഖവും. റഹ്മാനെ, നീ സൃഷ്ടിച്ചവ അത് എത്രമാത്രം മനോഹരമാക്കിയൊക്കെ നീ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഉസ്താദിൻ്റെ കയ്യിലുള്ള ആ ഒരു ഉളൂഹിൻ്റെ വെള്ളം വീണ്ടും ഒന്ന് കുടഞ്ഞു. അറിയാതെ അവളുടെ ആ മനോഹരമായ കണ്ണുകൾ ഒന്ന് തുറന്നു. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം, ഉസ്താദേ, എന്താ എഴുന്നേൽക്കുന്നില്ലേ? നിസ്കരിക്കണ്ടേ? ഉസ്താദ് നിസ്കരിച്ചോളേ. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത പോലെ, എന്തൊരു ക്ഷീണം പോലെ. ഉസ്താദ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ കൈകളിലെടുത്തപ്പോഴും അവൾ എണീറ്റിട്ടില്ല. അല്ലാ, എന്തു പറ്റി? മറ്റേത് ഞാൻ നിസ്കാരം തുടങ്ങുമ്പോഴേക്കും എത്തുന്നതാണല്ലോ, ഇതെന്തു പറ്റി? ഉസ്താദ് മുസഹഫ് കയ്യിൽ നിന്ന് വെച്ച് നേരെ അവളുടെ അടുത്തേക്ക്. മോളെ, എന്തൊക്കെയാണ് കുട്ടിക്ക്? എന്താ വേണ്ടത്? ഇക്ക, എനിക്ക് എന്തൊക്കെയോ ഒരു തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നാണ്. എന്താ പിന്നെ, ഇന്നലെ രാത്രി ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കോ? അല്ലിക്ക, അതുകൊണ്ടൊന്നല്ല. എനിക്ക് ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. ബത്തുൽ, എന്താ ഡേറ്റ് തെറ്റി അല്ലേ? ഉസ്താദേ, ഞാൻ പറയാ? അതെ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാൻ പോകണം ഉസ്താദിനോട്. ബത്തൂൽ ഒരു നിമിഷം ഉസ്താദ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പതുക്കെ. വാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം ഉളു എടുക്കാൻ, വാ. അവളെ ഉസ്താദ് തന്നെ ഫ്രഷാക്കി അവൾക്ക് ഉളു എടുപ്പിച്ചു കൊടുത്തു. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എങ്കിലും തഹജ്ജുദ് എന്നും നിസ്കരിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടി അവൾ നിസ്കാരപ്പായിലേക്ക് നിന്നു. അതെ, അല്ലാഹുവേ റഹ്മാനെ, നീ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തരുവാൻ പോകുകയാണല്ലാ. തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൾ തഹജ്ജുദ് നിസ്കരിച്ചു. അവിടെ ഇരുന്നു. മോൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിൽക്കണ്ട കേട്ടോ, ഇരുന്ന് നിസ്കരിച്ചോട്ടോ. പക്ഷേ മോളെ, ഫർള് നിസ്കാരത്തിന് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലല്ലോ. അറിയാം എൻ്റെ ഉസ്താദെ, എനിക്കെല്ലാം അറിയാം. അതെ, നമ്മൾ ഏതൊരു സ്ഥലത്താണ്, നമുക്ക് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ മണ്ണുകൊണ്ട് തൈമം ചെയ്തിട്ട്, ഇനി അതല്ല നമ്മൾ ജയിലിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഉളൂഹ് ചെയ്യാൻ ഒരു വിധത്തിലും നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കുക. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നജസ്സുണ്ട്, അത് നീക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെയൊക്കെ ആയാൽ പോലും നമ്മൾ നിസ്കാരം ഒഴിവാക്കരുതെന്നാണ്. ആ 5 നേരത്തെ നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല. അതിൻ്റെ കറക്റ്റ് രീതിയിൽ ചെയ്യുക തന്നെ വേണം. അതൊരിക്കലും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ അടിമകളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉസ്താദേ, സത്യമായിട്ടും അവൾക്ക് കൂടുതൽ ക്ഷീണം വരുന്ന പോലെ തോന്നി. അപ്പോഴേക്കും അന്ന് സാധാരണ രീതിയിൽ പള്ളിയിൽ പോവാറുള്ള ഉസ്താദ് സുബ്ഹിന് മുമ്പ് പള്ളിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പകുതി വഴിയിൽ വെച്ച് ബാങ്ക് കൊടുത്തു.
അതെ, തൻ്റെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലാണ്. ബത്തൂലിന് എന്തെങ്കിലും പറ്റുമോ റബ്ബേ? എന്തായിരിക്കും അള്ളാഹുവേ, എനിക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തുടങ്ങുകയാണോ എന്നൊക്കെ തോന്നി തുടങ്ങി. അതെ, അന്ന് സുബഹിന് ശേഷം ഉസ്താദ് പള്ളിയിൽ നിന്ന് ഒരുപാട് ദുആ ചെയ്തു. ഒരു നിമിഷം അവൾ ഓർത്തു, അതെ, തൻ്റെ സീനത്ത് അവളും ഗർഭിണിയാണല്ലോ. അവൾ പ്രസവത്തിൻ്റെ സമയമായി തുടങ്ങിയല്ലോ റബ്ബേ. അവൾക്ക് ഈ ഒരു മാസം, അതെ, അതവളുടെ ഗർഭകാലം അവസാനിക്കുന്ന കാലമാണ്. എൻ്റെ കുഞ്ഞ് പുറത്തു വരുന്ന കാലമാണ്. അല്ലാ, ഞാൻ എന്ത് ചെയ്യും? ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വിഷമം. അതെ, സഹർ ബത്തുൽ ഇവിടെ ഗർഭിണിയാകുന്ന സന്തോഷം, എന്നാൽ സീനത്ത് അവിടെ പ്രസവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ട്, എന്നാൽ അതിലേറെ സങ്കടവും. അല്ലാഹുവേ റഹ്മാനെ, നീ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ടല്ല റഹ്മാനെ. ഒന്നും സംഭവിക്കരുത്, ജീവിച്ചു പോയിക്കോട്ടെ ആരുടെയും കൂടെ. ഒരിക്കൽ പോലും ഞാൻ അവളെ ശല്യപ്പെടുത്തുന്നില്ല, പക്ഷേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് അല്ലാ. അതെ, ഞാൻ ഈ ഒരു മാസം തന്നെ ഒരു പിതാവാകാൻ പോയി തുടങ്ങി. എന്നാൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഇതാ എനിക്ക് ബത്തൂലിൻ്റെ വയറ്റിലും അള്ളാഹു നൽകിയിരിക്കുന്നു. അന്ന് ഉസ്താദ് വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ താൻ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, അത് ബത്തൂൽ നല്ല മയക്കത്തിലാണ്. ഉസ്താദ് നേരെ ബത്തൂലിനരികിലേക്ക്, ബത്തൂൽ അവളുടെ മനോഹരമായ കവിളുകളിൽ പതുക്കെ തട്ടിക്കൊണ്ട് ഉസ്താദ് വിളിച്ചു, ബത്തൂൽ, എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? എന്താ? ഉസ്താദേ, എനിക്ക് എണീക്ക. ഉസ്താദ് അവളുടെ കൈ പിടിച്ച് പതുക്കെ പൊക്കിയിട്ട് അവളുടെ ആ മനോഹരമായ മുടികളിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു, ബത്തൂൽ, എൻ്റെ പെണ്ണ് ഒരു ഉമ്മയാകാൻ പോകുന്നുല്ലേ? അതെ ഉസ്താദേ, സത്യമായിട്ടും. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയിട്ട് ചെക്കപ്പൊക്കെ ചെയ്ത് വരാം കേട്ടോ. ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ്. നാട്ടിലത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ചിന്തകൾ. എനിക്ക് അവിടെ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു, ഇവിടെയാണെങ്കിൽ എൻ്റെ ഭാര്യ ഗർഭിണിയാകാൻ പോകുന്നു. അള്ളാഹുവേ റഹ്മാനെ, യാതൊരു കുഴപ്പമില്ലാതെ എല്ലാം റാഹത്തിലാക്കി തരണേ അല്ലാ. തൻ്റെ ജീവിതത്തിന് ഒരർത്ഥം വന്നത് ഇപ്പോഴാണ്. തൻ്റെ ജീവിതത്തിലേക്ക് സഹ്റ ബത്തൂൽ കടന്നു വന്നതിന് ശേഷമാണ് നമ്മുടെ ഉസ്താദിന് സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് ഉസ്താദ് കടന്നത്. മറ്റേത് എന്നും പ്രയാസമായിരുന്നു, ദുഃഖമായിരുന്നു. അതെ, ഒരു കാലത്ത് ഫർസാന എന്നെ മറന്നോ, ഉസ്താദ് കണ്ണീരോടെ അതാലോചിച്ചു. എൻ്റെ ഉസ്താദ് എനിക്ക് വേണ്ടി പറഞ്ഞു വച്ചതായിരുന്നു ഫർസാനയെ. എന്ത് ചെയ്യാൻ, ഫർസാനയെ അവൻ ചതിയിൽപ്പെടുത്തി. എന്നാൽ എൻ്റെ സീനത്തിനെയും അവൻ ചതിയിൽപ്പെടുത്തി. അല്ലാഹുവേ റഹ്മാനെ, ആ ചതിച്ചവനെ നിനക്കറിയാമല്ലോ അല്ലാ. എൻ്റെ ഹൃദയം കൊത്തി നോവിച്ചവനാണവൻ. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരിക്കലും അർത്ഥമില്ല എന്ന് കരുതിയതാണ് ഞാൻ. കാരണം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന അവൻ. റബ്ബേ, എന്തിനാ റബ്ബേ റഹ്മാനെ, എല്ലാവരെയും നീ വളർത്തുന്നുണ്ടല്ലോ റഹ്മാനെ, പഠിച്ചവനെ അല്ലാ. അതെ, രാജേഷിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. കാരണം അത്രക്കും തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അവൻ. എന്നാൽ രാജേഷ് ലോക്കപ്പിൽ ഉസ്താദിൻ്റെ കണ്ണുനീർ തട്ടിയത് തന്നെയായിരിക്കും. എന്നാൽ ആസിഫ് എസ് ഐയെ മറ്റുള്ള എല്ലാ പോലീസുമാർക്കും ഭയമാണ് എന്ന് മാത്രമല്ല, ഉള്ളിൽ ദേഷ്യവുമാണ്. പുറത്ത് ബഹുമാനിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് കുറ്റം പറയും. ഒരു പുതിയ എസ് ഐ വന്നിരിക്കുന്നു, എന്താന്നില്ലേ അവൻ്റെ ഒരു രാജേഷ് നമുക്ക് എന്തെങ്കിലും ചില്ലറ പൈസ തരുന്നതാണ്, നമുക്ക് അവൻ്റെ കമ്മീഷൻ കിട്ടുന്നതാണ്. എന്നാൽ അതെല്ലാം അയാൾ ഇല്ലാതാക്കുന്ന തോന്നുന്നത്. അതിനെന്താ, ആ എസ് ഐയെ മാറ്റാൻ വേറെ വഴിയൊന്നുമില്ലേ? പലരുടെയും പ്ലാനിങ് അതാണ്. എന്നാൽ രാജേഷ് ശരിക്കും എസ് ഐയെ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. സാറേ, നിങ്ങൾ വിഷമുള്ള പാമ്പിനെയാണ് നിങ്ങൾ കൊത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, തിരിച്ചടിക്കൂട്ടോ. ആഹാ, അങ്ങനെ തിരിച്ചടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കട്ടടാ. രാജേഷിൻ്റെ മുഖം നോക്കി എസ് ഐ കൽപ്പിക്കുന്നു. എടാ, നീ എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്? പറയടാ. സാറേ,
അതിനൊന്നും കയ്യും കണക്കുമില്ല. ഓഹോ, അത്രക്കും ക്രിമിനലായിരുന്നു നീയല്ലേ? നിന്നെയൊക്കെ വളർത്താൻ ഇവിടെ കുറേ പോലീസുകാരും. സാറേ വേണ്ട, വേണ്ടാട്ടോ. എന്താടാ? എന്താ? എനിക്കങ്ങനത്തെ ഒരു പേടിയില്ല. ഞാൻ ഈ കാക്കിക്കുപ്പായം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കറക്റ്റ് രീതിയിലുള്ള റിസൾട്ടിനെ ഞാൻ പൊരുതും. അല്ലാതെ ഒരിക്കലും ക്രിമിനൽസിനെ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല, എനിക്കത് താല്പര്യമില്ല. ഓഹോ, നീ അങ്ങ് ആള് കൊള്ളാലോ. നീ എന്നെ അങ്ങ് കയറി ഭരിക്കണ്ട, മനസ്സിലായല്ലോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓ, അവിടെ കിടക്കട. രാജേഷിൻ്റെ വായിൽ നിന്ന് രക്തം ചീറ്റൊഴുകി. ഫു എന്ന് പറഞ്ഞ് ലോക്കപ്പിലേക്ക് തുപ്പിയിട്ട് അവൻ പറഞ്ഞു, അനുഭവിക്കും, അനുഭവിപ്പിക്കും, നോക്കിക്കോ. എന്നാൽ ഈ സമയം ലോക്കപ്പിലിട്ട രാജേഷിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ജീപ്പ് എടുത്ത് നേരെ അവൻ്റെ സ്ഥാപനത്തിലേക്ക്. എന്നാൽ അവിടെയും ഉണ്ടായിരുന്നു രാജേഷിന് ആളുകൾ. ആ പോലീസിൽ എന്താണ് നോക്കി നിൽക്കുന്നത്? നിങ്ങളൊക്കെ എത്ര നക്കിയതാണ് എൻ്റെ പൈസ? ഇപ്പം കണ്ടില്ലേ, ഒരുത്തനൊരു ചെറു വിരൽ അനക്കുന്നില്ല. അത് രാജേഷേ, അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സാറിൻ്റെ ചാർജാണ്. അതുകൊണ്ട് ഈ ഒരു ലോക്കപ്പ് തുറന്നു തരാനേ നിങ്ങൾക്ക് കൂടുതൽ പണിയുടെ ആവശ്യമൊന്നുമില്ല. സാറേ, ആ ചാവി അത് എസ് ഐ കൊണ്ടുപോയിട്ടുണ്ട്. ചാവി വേണോടാ? ചാവി വേണോ? ഒരിക്കലും വേണ്ടല്ലോ. നിങ്ങളടുത്ത് അതിനുള്ള എല്ലാ ഉപാധികളും ഉണ്ടാവുമല്ലോ. എന്താടാ? നിങ്ങൾ നക്കിയല്ലോ നല്ലോണം എൻ്റെ ക്യാഷ് അല്ലേ? അത് രാജേഷ്, ഓ, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വേറെ പണിയാൻ നോക്കും. എന്നാൽ ഈ സമയം അതാ രാജേഷിൻ്റെ കേന്ദ്രത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആസിഫ് എസ് ഐ. അവൻ വളരെയധികം ധീരതയോടെ തന്നെ പോവുകയാണ്. അവിടെയുള്ള സെക്യൂരിറ്റിമാർ അവിടെ എത്തിയപ്പോൾ, എന്താ സാർ, ഇവിടെയുള്ള റൂംസൊക്കെ തുറന്ന് കാണിക്കണം. സാറേ, അത് പറ്റില്ല, അത് ഇവിടുത്തെ ബോസിൻ്റെ കൈകളിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അതെന്താടോ തുറന്ന് കൂടെയുള്ള 2-3 പോലീസുമാരെയും കൂട്ടി അതാ തുറക്കാൻ പറയടോ. എന്നാൽ തുറക്കാൻ അവർ തയ്യാറായിരുന്നില്ല. തുറക്കടോ, വാതിൽ ചവിട്ടി പൊളിക്കണോ? എന്നാൽ ഒരു വാതിൽ അതാ എസ് ഐ തന്നെ ചവിട്ടി അങ്ങ് പൊളിച്ചപ്പോൾ അതിനുള്ളിൽ ഒരു പെൺകുട്ടി തേങ്ങി കരയുകയായിരുന്നു. അത് വിവസ്ത്രയായ അവൾക്ക് ഒന്നുടുക്കുവാൻ പോലും ഒന്നും കൊടുത്തിരുന്നില്ല. ശരിക്കും എസ് ഐ അത് കണ്ടപ്പോൾ ഞെട്ടി. ഛേ, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ആ കർട്ടൻ സാറ് വലിച്ചു കീറി നേരെ ആ പെണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഉടുക്ക്. സാറേ, രക്ഷിക്കണം സാറേ, സാറേ. ഓഹോ, എന്ത് കരുതിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്? അല്പം ഒന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് പഠിച്ചൊന്നും തന്നിട്ടില്ലേ? പേരെന്താ? എൻ്റെ പേര് ഫിദ. ഫിദ, മുസ്ലിമിൻ്റെ പേരും വെച്ചുകൊണ്ട്. അല്ല, എന്താ ഫിദ? വീട്ടിൽ നിന്ന് എങ്ങനെ വിടെത്തി? സാറേ, രാജേഷ് എന്നെ പ്രേമിച്ച് കൊണ്ടുവന്നതാണ്. കല്യാണം കഴിച്ച് കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചതാണ്. ഫിദ, തലച്ചോറിൽ കളിമണ്ണല്ലല്ലോ. കുറേ പെൺകുട്ടികളുടെ ഇങ്ങനെ ഇറങ്ങിക്കണേ കളിമണ്ണുമായിട്ട്. ആരായിട്ട് നിന്നെ ഈ രൂപത്തിലാക്കിയത്? അത് രാജേഷ് വന്ന് എല്ലാം ഊരിക്കളയാൻ പറഞ്ഞു, പക്ഷേ വലിച്ചു കീറി എല്ലാം. പിന്നെന്ത് ചെയ്യും? ഈ തണുത്തുറഞ്ഞ ഈ റൂമിൽ ഞാൻ എത്ര ദിവസമായി തിന്നാൻ എന്തെങ്കിലും വെച്ച് തരും. ഇങ്ങനെയൊക്കെ, അതും പഴകിയതുമായ ഭക്ഷണങ്ങളായിരിക്കും. ശിക്ഷ അങ്ങനെയാണ്. പക്ഷേ നല്ല ആളുകൾക്ക്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ലോണം കൊടുക്കും. അങ്ങനെയാണ്. ഓഹോ, എന്താലേ നിങ്ങളൊക്കെ മക്കളെ എന്നാ ഇനി നന്നാവുക? നമുക്ക് പഠിച്ചവന് ബുദ്ധി നൽകിയിട്ടുണ്ട്, അറിവും തിരിച്ചറിവും. അറിവുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് പഠിച്ചിട്ടും കാര്യമില്ല, തിരിച്ചറിവ് വേണം. ഇത് ഞാൻ ചെയ്യുന്നത് നല്ലതിനാണോ ചീത്തയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ മക്കളെ, നിങ്ങളൊക്കെ ഇത് എന്ന് നന്നാവും വിചാരിച്ചിട്ടാ? പെട്ടെന്ന് തന്നെ അതാ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചുകൊണ്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുപോയി വരാൻ പറയുന്നു. കൊടുക്ക്, എന്നാ ഇത് അണിയേ. എന്താന്നില്ലേ? ഫിദ അതണിഞ്ഞു. പുറത്തേക്ക് വന്നപ്പോൾ ഒരു നിമിഷം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അല്ല നമ്മുടെ ആസിഫ് പോലീസ്, ശരിക്കും ഞെട്ടിപ്പോയി. ഇരുട്ടിൽ നിന്ന് അവളുടെ മുഖം കാണുന്നില്ലായിരുന്നു. എന്നാൽ പുറത്തെത്തിയപ്പോൾ മനസ്സിലായി ഇവളൊരു സുന്ദരി കുട്ടിയാണെന്ന്. സുന്ദരി കുട്ടിയാണ്, സുന്ദരി പെണ്ണാണ്. പക്ഷേ ആകപ്പാടെ കുളിയും നനയുമില്ലാതെ ആകപ്പാടെ എന്തൊക്കെയോ ആയി തീർന്നിരിക്കുന്നു ഈ കുട്ടി. അതെ, ഒരു കാര്യം മനസ്സിലായി, സുന്ദരികളെ മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്.
അതെ, നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടികൾ. ഫിദ, വീട്ടിലാരൊക്കെയുണ്ട്? സാറേ, വീട്ടിൽ ഉമ്മ ഉമ്മയും ഉപ്പയും രണ്ടനിയത്തിമാരും. ഓഹോ, അവരൊക്കെ വിട്ടിട്ട് പോരാൻ നിനക്ക് തോന്നിയോ? നീ ചിന്തിച്ചോ? പ്രസവിച്ച് പോറ്റി വളർത്തിണ്ടാക്കിയ ഉമ്മയും ഉപ്പയെയും കൂടെപ്പിറപ്പികളെയും ഇട്ടിട്ട് ഈ ഒരു കഴിവറയുടെ കൂടെ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം? എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ? എന്തിനു വേണ്ടിയിട്ട്? അയ്യേ, നാശം. വല്ലാത്തൊരു കഷ്ടം തന്നെയുണ്ട്. മക്കളെ, നിങ്ങളൊക്കെ പഠിപ്പിക്കണൊക്കെ എന്തിനാണ് പഠിച്ചിരുന്നത്? ഞാൻ ഡിഗ്രി. ഓഹോ, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി, മക്കളുടെ എല്ലാ കാര്യങ്ങളാണ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ എന്താവും? മക്കളെ മനസ്സ് മാറും. അവർ പിന്നെ ഓരോ ഇഷ്ടം പോലെ. എന്തിനാണ് വെറുതെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കണത്? ഇതിനാണോ? ഒരു സമയമാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോരുക, എന്നിട്ട് അവർ കണ്ണീര് വാർക്കുക. ഛേ, നാണക്കേട്. മക്കളെ, അനുഭവിച്ചില്ല നല്ലോണം? സാറേ, ഞങ്ങൾ രക്ഷിക്കണം സാറേ. രക്ഷിക്കാം, പക്ഷേ ഈ ബുദ്ധിയുള്ളവരെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും? ഇനിയിപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ കിടക്കുന്നത് ആർക്കറിയാം? രാജേഷിന് ഇവിടെ മാത്രമാണ് സ്ഥാപനം എന്നറിയില്ലല്ലോ. സാറേ, വണ്ടി കയറടി. ഫിദക്ക് ഭയമായിരുന്നു. വേണ്ട സാറേ, രാജേഷ് കണ്ടാൽ എന്നെ കൊല്ലും. ചാട്ടുവാർ കൊണ്ടടിച്ചതാണ് ഇതെല്ലാം. ഷൂസ് കൊണ്ട് അമർത്തി കൈകളിലും കാലുകളിലൊക്കെ മുറിവേൽപ്പിക്കും. അതൊക്കെയാണ് അവൻ്റെ ഇഷ്ട ഹോബി. നഖത്തിനുള്ളിലൂടെ സൂചി കുത്തി കയറ്റും. അതെ, അതൊക്കെ സഹിച്ച് സാറേ, ഇനി കഴിയില്ല സാറേ. അതെ, എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ റൂമിൽ. അവളും അതുപോലെ തന്നെ. പക്ഷേ ആ കുട്ടിക്ക് വെള്ളവും ഭക്ഷണവും നൽകാതെ അവളൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് സാറേ, അവളെ ലോകത്തോട് വിട പറഞ്ഞു. എന്നിട്ട് ശരിക്കും പോലീസ് ഞെട്ടിപ്പോയി. റബ്ബേ, ഇവിടെ എന്തൊക്കെയോ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്. അതെ സാറേ, അവള് ഒന്നിനും സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മുളക് പൊടിയായിരുന്നു അവൻ കൊണ്ടുവന്നത്. അത് മുളക് പൊടി പ്രയോഗം നടത്തി ആ കുട്ടി ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ചു. തുള്ളി വെള്ളം നൽകിയില്ല. അത് ഞാൻ കണ്ടതാണ് ഈ റൂമിൽ നിന്ന്. ഞാൻ ഭയന്നിട്ട് പേടിച്ച് വിട്ടു നിന്നു. എന്നോട് പറഞ്ഞു, നിനക്കുള്ള ശിക്ഷ അടുത്ത ഇതാണ്. അതുകൊണ്ട് എൻ്റെ ആളുകൾ വരുമ്പോൾ നീ നല്ല രീതിയിൽ അവർക്ക് നിന്ന് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ശിക്ഷ നിനക്കായിരിക്കുന്നു. ശരിക്കും എസ് ഐ ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും അവിടെ കണ്ടുപിടിച്ച്. പഠിച്ചോനെ, ഓ മൈ ഗോഡ്, എന്തൊരു വല്ലാത്തൊരു ലോകത്താണല്ലോ ഞാൻ വന്നു പെട്ടിട്ടുള്ളത്. ഈ ഒരു കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഓ മൈ ഗോഡ്, ഇതെവിടെയും കൊണ്ടൊന്നും നിൽക്കുന്ന കേസല്ല. ഇതൊക്കെ കണ്ടുപിടിച്ച് തെളിവ് അടക്കം കിട്ടിയിട്ട് മക്കളെല്ലാം രക്ഷിക്കണം. രാജേഷിനെ വിടരുത്, അവനെ കൊല്ലരുത്. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യണം, ചോദ്യം ചെയ്ത് അവൻ്റെതെല്ലാം വശത്താക്കണം. എന്നാൽ രാജേഷ് ഈ സമയം പോലീസുകാരോട് പറയുകയായിരുന്നു, എന്നെ ലോക്കപ്പിലിട്ട് അടിച്ച് ചതക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടതാണ്. നിങ്ങൾക്കുള്ളതൊക്കെ ഞാൻ വെച്ചിരിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, എസ് ഐനെ ഇവിടുന്ന് സ്ഥലം മാറ്റാൻ എനിക്ക് ഒരു പണിയുമില്ല. മുകളിലേക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുന്നു. ഫിദയെ രക്ഷിച്ചുകൊണ്ട് അതാ നേരെ പോലീസ് വരുന്നു സ്റ്റേഷനിലേക്ക്. ഫിദ, അവിടെ വേറെ ആരൊക്കെയുണ്ട്? സാറേ, ആരുടെയൊക്കെ കരച്ചിൽ കേൾക്കാം. എല്ലാവർക്കും ഓരോ റൂമാണ്. ഒരു റൂമിൽ 2 പേര് വീതം. അങ്ങനെയായിരിക്കും. പിന്നെ ഇടയ്ക്കിടെ രാജേഷിൻ്റെ കുറേ ആളുകൾ വരും. ഞങ്ങളവരെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അടിയാണ്. സാറേ, ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല. കുറേ അനുഭവിച്ചില്ലേ? മതിയായല്ലോ. നന്നായി. എന്താ കുട്ടിയുടെ അഡ്രസ്സ്? കുട്ടിയുടെ ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ പേര്? കുട്ടി അതെല്ലാം പറഞ്ഞു കൊടുത്തു. എൻ്റെ ഉമ്മ ആരിഫ, എൻ്റെ ഉപ്പ സിയാദ്. എന്താലേ, മക്കളെ പോറ്റി വളർത്തി ഉണ്ടാക്കി അവരവരുടെ ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഫോൺ നമ്പർ അറിയോ? ഫോൺ നമ്പർ അറിയാം. ഇനിയിപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളെ വീട്ടുകാർക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ നിൻ്റെ രൂപം കണ്ടാൽ? ആകെപ്പാടെ എല്ലും തോലുമായി മുറിവും അതും ഇതുമായിട്ട്. എന്താ ഇവിടെയൊക്കെ നടക്കുന്നത്? ഇവിടെ ഇത്രയും പോലീസുമാർ വന്നു പോയിട്ടും ഇവിടെ ഒരു കുട്ടിക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അതാ പോലീസ് സ്റ്റേഷനിൽ അവളെ നിർത്തി. രാജേഷിൻ്റെ കണ്ണിൽ പെടുത്തിയില്ല. ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ രാജേഷ് കലി തുള്ളി
സ്റ്റേഷൻ പൊളിക്കും, അത് ഉറപ്പുണ്ട്. എന്നാൽ ഈ സമയം അതാ അതിൽപ്പെട്ട ഒരു ശിങ്കിടി നേരെ അവനോട് പറയുന്നു, രാജേഷേ, നിന്റെ ഒരു കക്ഷിയെ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആര്? അത് ആ മറ്റേ പെണ്ണുണ്ടല്ലോ, ഒന്നിനും സമ്മതിക്കാത്ത ഓളെ. ഓഹോ, അപ്പോൾ എൻ്റെ സ്ഥാപനം പൊളിച്ചെടുക്കാനാണ് അവൻ്റെ ഉദ്ദേശമല്ലേ? നടക്കില്ല സാറേ, നടക്കില്ല. അവൻ ദേഷ്യത്തോടെ അതിനുള്ളിൽ നിന്ന് പുലമ്പി. എന്നാൽ ഈ സമയം ഷമീർ, അതാ ഷമീറിൻ്റെ മനസ്സിൽ ആദിയാണ്. കാരണം മറ്റൊന്നുമല്ല, അതെ, അവളുടെ ഗർഭത്തിൻ്റെ ടൈം ഏകദേശം കഴിയാറായി. അവൾക്ക് ഏത് നിമിഷവും പ്രസവം സംഭവിക്കാം. ഡോക്ടറുടെ അടുക്കൽ എൻ്റെ പേരാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാനാണ് പിതാവായിട്ടുള്ളത്. ഉമ്മ, നമുക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ അതാ ഷമീറും ഉമ്മയും നേരെ സീനത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അതെ, നിറവയറുമായി നിൽക്കുന്ന സീനത്തിനെ കണ്ടപ്പോൾ ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സീനത്തെ, അല്ലാ, എന്താ ഡെലിവറിക്ക് പോകണ്ടേ? ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോകണോ അതോ ഞങ്ങൾ കൊണ്ടുപോകണോ? അത് എന്തായാലും ഇനിയിപ്പോൾ ദിവസങ്ങളില്ലല്ലോ, ആയല്ലോ. എന്താ ഇത്? അതെ, ആ ഉമ്മയും ഉപ്പയും പറഞ്ഞു. പൊന്നു മോനെ, ഏതായാലും മോനല്ലേ അവിടുന്ന് കൊണ്ടുപോയി ലിസ്റ്റൊക്കെ എടുത്ത് കാണിച്ചതൊക്കെ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ മോന് കൂടെ വന്നാൽ സന്തോഷമായി. അല്ല എങ്കിലൊരു പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ് മോനെ. എൻ്റെ മോളെ കൊണ്ടുപോയി അവനെങ്ങാനും അവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് മോനെ. അതെ, കുഞ്ഞിനെ അവൻ തട്ടിയെടുക്കും, അവന് വേണം എന്നൊക്കെയാണ് അത്ര ആണല്ലോ പറയുന്നത്. അതുകൊണ്ട് പേടിയാണ് സീനത്തിന് ഒറ്റയ്ക്ക് പോകാൻ. അത്ര മോള് പറയായിരുന്നു ഷമീർക്കെ വിളിക്കൂ എന്നുള്ളത്. ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെയാണെങ്കിലേ അവന് തന്നെ മതിയല്ലോ, ഒരു പേടിയും പേടിക്കണ്ട. അതെ, ഞങ്ങളുണ്ടാവും എല്ലാത്തിനും കൂടെ. അങ്ങനെ അതാ സീനത്തിൻ്റെ പ്രസവത്തിനുള്ള സമയമായി തുടങ്ങി. എല്ലാത്തിനും ഒരുങ്ങി ഷമീറും അതാ കാത്തിരിക്കുന്നു. പക്ഷേ രാജേഷ് ഇതെല്ലാം അറിയുമ്പോൾ ആ കുട്ടിനെ എങ്ങാനും തട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങും തയ്യാറാക്കുമോ? അവന് പോലീസിൽ ബന്ധം, ഹോസ്പിറ്റലിൽ ബന്ധം, പല രീതിയിലും ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിലും പണമുണ്ടായി കഴിഞ്ഞാൽ എല്ലായിടത്തും ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അറിയില്ല, അല്ലാഹു ആലം. നമുക്ക് കാത്തിരുന്ന് കാണാം. സീനത്തിൻ്റെ കുഞ്ഞിനെ എങ്ങാനും രാജേഷ് അവൻ്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് തട്ടിയെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ എന്തിനു നന്ന്. അതെ, ഷെഫി ഉസ്താദിന് അത് സഹിക്കാൻ കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.